So we are discussing regarding this CMRR value. CMRR value, ideal case il njan paranju the larger value aanu CMRR ne eppoഴും op-amp ne vendathu. So larger value means namakku infinity ennu edukam ideal case il. Ideal case il infinity CMRR varanamengil common mode gain eppoഴും 0 ആയിരിക്കണം. ഇനി CMRR ന്റെ practical value, CMRR practical value, ideal value പറഞ്ഞു, practical value ഓർത്തിരിക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. CMRR എന്താണെന്നും അതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 90 dB, ഇതാണ് അതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ. ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റീവ് ആണ്, പ്രാക്ടിക്കൽ വാല്യൂ 90 dB അക്രോസ് ആയിട്ട് വരും. സോ CMRR എന്താണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക. അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഡിഫറൻഷ്യൽ മോഡ് എങ്ങനെ കണക്ട് ചെയ്യും, കോമൺ മോഡ് എങ്ങനെ കണക്ട് ചെയ്യും, കോമൺ മോഡ് രണ്ടും കൂടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഗെയിനെ AD/AC അത് ചെയ്യുക, അന്നേരം CMRR കിട്ടും. ഓർത്തിരിക്കേണ്ട കാര്യം, രണ്ട് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ഗെയിൻ AD/AC, വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണെങ്കിൽ VCM/V2 - V1. ലാർജർ വാല്യൂ ആണ് ഓപ്പാമിന് CMRR വേണ്ടത്. ലാർജർ വാല്യൂ മീൻസ് ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റീവ് ആണ്, ACM ബിക്കംസ് 0. പ്രാക്ടിക്കൽ വാല്യൂ, ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റീവ് വരും, ACM 0 ആണ്. പ്രാക്ടിക്കൽ വാല്യൂ CMRRന്റെ ഇൻഫിനിറ്റീവ് അല്ല, പ്രാക്ടിക്കലി വരുമ്പോൾ 90 dB അക്രോസ് ആയിട്ട് വരും. ഇതാണ് CMRRനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്. സോ ഇതാണ് ഇതൊരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഞാൻ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ ടോട്ടലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ആ രണ്ടായിട്ടുള്ള ഡിവിഷനെയാണ് ഇനി പറയുന്നത്. സോ ടോട്ടൽ ഇതൊരു കോമൺ, ഞാൻ CMRRന്റെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ഇനിയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അതിനെ ഞാൻ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് DC ക്യാരക്ടറിസ്റ്റിക്സ്. DC ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനകത്തെ ആദ്യത്തെ 1.A, ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇൻപുട്ട് ബയസ് കറന്റ്. ഇൻപുട്ട് ബയസ് കറന്റ് DC ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം പറഞ്ഞ CMRR ഒരു സെപ്പറേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയി നിൽക്കുക. ഇനിയുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ ആദ്യം DC ക്യാരക്ടറിസ്റ്റിക്സ്, അതിനകത്തെ ആദ്യത്തെ ഇൻപുട്ട് ബയസ് കറന്റ്. നമുക്ക് ആദ്യം ഒരു ഓപ്പാമിനെ നോക്കാം. ഓപ്പാമിനകത്ത് ഇത് പ്ലസ് മൈനസ്, ഇത് പ്ലസ് VCC ഉണ്ട്, ഇത് മൈനസ് VCC. ലെറ്റ് ഇറ്റ് ബി ഹിയർ. ദിസ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ രണ്ട് ഇൻപുട്സ് കണക്ട് ചെയ്യുന്ന മനസ്സിലാക്കാം. ഇവിടെ ഒരു കറണ്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, IB1. ഇവിടെ ഒരു കറണ്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, IB2. IB1 എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുള്ള കറണ്ട്, IB2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനലുള്ള കറണ്ട്. ഇനി ഒന്ന് പറയാമോ, ഐഡിയലി IB1 ഉം IB2 എന്തായിരിക്കും? For the ideal case, what is the value of IB1? What is the value of IB2? Input load current towards the op-amp എന്തായിരിക്കും ഐഡിയലി? ഒരു ഓപ്പാമിനകത്ത് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. ഓപ്പാം സർക്യൂട്ടിനകത്ത് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു ഓപ്പാം സർക്യൂട്ടിൽ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ 46 പേര് അവിടെ ഇരിക്കുന്നത് ഈ സൂമിന്റെ ഫ്രണ്ടിലാണോ, അതോ നിങ്ങൾ ഈ കേൾക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങള്? ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഓപ്പാമിന്റെ കേസിൽ IB1 = 0, IB2 = 0. ഐഡിയലി രണ്ട് കറണ്ടും 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഓപ്പാമിനകത്തോട്ട് കറണ്ടിന്റെ ഫ്ലോ ഒന്നും കാണില്ല. IB1 ഉം IB2 ഉം ഐഡിയലി 0 ആയിരിക്കും. ഇനി ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് കറണ്ടിന്റെയും ആവറേജിനെയാണ് ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ബയസ് കറണ്ടിനെ ഞാൻ IB എന്ന് പറയുന്നു. ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത് IB1 + IB2 / 2. ഇതിനെയാണ് ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ബയസ് കറണ്ടിനെ നമുക്ക് മനസ്സിലായി, നമുക്ക് ഐഡിയൽ കേസിൽ രണ്ട് കറണ്ടും 0 ആണ്. അന്നേരം ഇൻപുട്ട് ബയസ് കറണ്ട് ഐഡിയൽ കേസിൽ, ഐഡിയലി ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഓപ്പാമിനകത്ത് ഐഡിയൽ കേസിൽ ഇങ്ങോട്ട് ഒരു കറണ്ടും പാസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല.
ടു കാരണം നമ്മൾ വോൾട്ടേജ് സെൻസിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇതിനകത്തൊക്കെ എല്ലാം ബേസ് ചെയ്തിട്ട് ഐഡിയൽ കേസിൽ IB1 ഈക്വൽ ടു IB2 ഈക്വൽ ടു 0 ആണ്. അത് ഐഡിയൽ കേസിൽ ഇൻപുട്ട് ബയസ് കറണ്ട് അല്ലെങ്കിൽ IB-യുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും, 0 ആംപിയർ ആയിരിക്കും. ബട്ട് പ്രാക്ടിക്കലി ഒരു പ്രാക്ടിക്കൽ ഓപ്പ്-ആംപ് സർക്യൂട്ടിൽ ഇതിനകത്തോട്ടുള്ള വാല്യൂസ് എടുക്കുമ്പോഴത്തേക്ക് IB-യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഒരു നാനോ ആംപിയർ ആയിരിക്കും. 80 നാനോ ആംപിയർ ടു 500 നാനോ ആംപിയർ വരെ വാല്യൂസ് പോകാൻ ചാൻസസ് ഉണ്ട് പ്രാക്ടിക്കൽ. സോ ഐഡിയൽ വാല്യൂവിലും പ്രാക്ടിക്കൽ വാല്യൂവിലും ഐഡിയലി 0 ആംപിയേഴ്സ് ആയിരിക്കാം, കാരണം നിങ്ങൾക്ക് അറിയാം ഐഡിയൽ വാല്യൂ ഇങ്ങോട്ട് കറണ്ട് ഒന്നും പാസ് ചെയ്യത്തില്ല. ബട്ട് പ്രാക്ടിക്കലി ഒരു 80 നാനോ ആംപിയർ മുതൽ 500 നാനോ ആംപിയർ വരെ പോകാം ചാൻസ് ഉണ്ട്. അതാണ് ഇൻപുട്ട് ബയസ് കറണ്ട്. സോ ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് ടെർമിനലിന്റെ കറണ്ടിന്റെ ആവറേജ് എടുക്കുന്നതാണ് ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത്. അത് ഐഡിയലി 0 ആംപിയർ ആയിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി 80 നാനോ ആംപിയർ മുതൽ 500 നാനോ ആംപിയർ വരെ പോകാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയലി മെഷർ ചെയ്യുമ്പോൾ 0 ആയിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി നമ്മളൊരു അമ്മീറ്റർ വെച്ചവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീബിൾ ആയിട്ടുള്ള കറണ്ട് കിട്ടും. അത് നാനോ ആംപിയർ റേഞ്ചിലുള്ള കറണ്ട് ആയിരിക്കും. 80 നാനോ ആംപിയർ മുതൽ 500 നാനോ ആംപിയർ വരെ വേരി ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് 2A, sorry, not 2A, it is 1A. It is 1 DC characteristics and second point. അതിനെ നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ബയസ് കറണ്ട് രണ്ടിന്റെ ആവറേജ് ആണെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ രണ്ടിന്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും. IB is IB1 മൈനസ് IB2 അതിന്റെ മോഡുലസ് വാല്യൂ. ഇതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ എഗെയിൻ ഞാൻ പറഞ്ഞു IB1 ഉം IB2 ഐഡിയലി 0 ആണ്. അതുകൊണ്ട് ഐഡിയൽ വാല്യൂ ഓഫ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഇതിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഐഡിയൽ വാല്യൂ IB ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ആംപിയേഴ്സ്. ബട്ട് പ്രാക്ടിക്കൽ വാല്യൂ ഇതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് IB ഓഫ്സെറ്റ് പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് 20 നാനോ ആംപിയർ ടു 200 നാനോ ആംപിയർ വരെ വരാം. ഇതാണ് പ്രാക്ടിക്കൽ വാല്യൂ ഐഡിയൽ വാല്യൂ തമ്മിലുള്ള വ്യത്യാസം. IB1 ഉം IB2 ഉം എപ്പോഴും ഒരു ഓപ്പ്-ആമ്പിന്റെ കേസ് 0 ആണെന്നാണ് നമ്മുടെ അസംഷൻ. അതാണ് ഐഡിയൽ കേസ്, എപ്പോഴും 0 ആയിരിക്കണം. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ഓപ്പ്-ആമ്പിന്റെ ഒരു സർക്യൂട്ടിനകത്ത് നോക്കുമ്പോൾ IB1 മൈന്യൂട്ട് ആയിട്ട് കറണ്ട് കാണും, ഒരു ഫീബിൾ ആയിട്ട്. നമുക്ക് നെഗ്ലിജിബിൾ എന്ന് പറയാം, പക്ഷെ നാനോ ആംപിയർ നെഗ്ലിജിബിൾ ആണ്. പക്ഷെ അത്രയും മൈന്യൂട്ട് ആയിട്ട് ഫീബിൾ ആയിട്ടുള്ള കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 അല്ല പ്രാക്ടിക്കലി. അത് രണ്ടിന്റെ ആവറേജ് എടുക്കുവാണെങ്കിൽ അതിനെ ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയും. രണ്ടിന്റെ മോഡുലസ് ഡിഫറൻസ് എടുത്ത് അതിന്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് വാട്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഇനി അതിനകത്ത് DC ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഇനി ഒരു കാര്യങ്ങളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. സോ DC ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്തെ മൂന്നാമത്തെ പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഒരു ഓപ്പ്-ആമ്പ് വരയ്ക്കുന്നു, ഒരു ഇൻവേർട്ടിങ് നോൺ ഇൻവേർട്ടിങ്, നമ്മൾ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുന്നു, RF R1, ഇത് ഔട്ട്പുട്ട്. ഇത് വർക്ക് ചെയ്യാൻ ഡ്യുവൽ പവർ സപ്ലൈ വേണം, പ്ലസ് VCC മൈനസ് VCC. ഇതിനകത്ത് ഇൻപുട്ട്, ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്, ഇത് ഗ്രൗണ്ട് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഇൻപുട്ട് ഒന്നും ഇല്ല. സോ ഈ കേസിൽ ഇൻപുട്ട് ഈക്വൽ 0, ഇൻപുട്ട് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. ഇതാണ് ഐഡിയൽ കേസ്. ബട്ട് നമ്മൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇൻപുട്ട് ഇവിടെ കൊടുത്താൽ 0 ആയാലും ഒരു ഇൻപുട്ട് കൊടുത്തില്ലെങ്കിലും വി വിൽ ഗെറ്റ് സം ഔട്ട്പുട്ട് വോൾട്ടേജ്. കുറച്ച് ഒരു ഫീബിൾ ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ട് യു ക്യാൻ സി. എന്താ ഔട്ട്പുട്ട്? ഇത് ഒരു കാരണവശാലും പാടില്ല. കാരണം ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്യുക, സിസ്റ്റത്തിനകത്ത് ഇൻപുട്ട് 0 ആണെങ്കിൽ ഒരു ഔട്ട്പുട്ടും കാണരുത്. അതാണ് നമ്മുടെ ഐഡിയൽ കേസ്. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കണം. ബട്ട്
ഇൻപുട്ട് 0 ആണെങ്കിലും പ്രാക്ടിക്കലി നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ മൈന്യൂട്ട് ആയിട്ട് ഉള്ള മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജ് യു ക്യാൻ സീ അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. അത് ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എനിക്ക് കൗണ്ടർ ചെയ്യണം. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് സീറോ ആക്കണം. സോ ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ നേരത്തെ കേസ് ഇങ്ങനെയാണ്. ഒരു ഓപ്പാം സർക്യൂട്ട്, ഓപ്പാം നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽ, ഇത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇത് RF, ഇത് RI, ഇത് ഗ്രൗണ്ട്. നിങ്ങൾ മനസ്സിലായി. ഇവിടെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കണം. ബട്ട് നമുക്ക് കുറച്ച് മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ഐ വിൽ ഗെറ്റ് ഔട്ട്പുട്ട് അറ്റ് മില്ലി വോൾട്ട് റേഞ്ച്. ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റബിൾ അല്ല. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കണം. സോ എനിക്ക് ഈ വോൾട്ടേജിനെ എനിക്ക് 0 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന വോൾട്ടേജിനെ ഞാൻ കൗണ്ടർ ആയിട്ട് ഇവിടെ കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വോൾട്ടേജ് ആണോ മില്ലി വോൾട്ട് ആയിട്ട് കിട്ടുന്നത്, ആ വോൾട്ടേജ് ഞാൻ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും. കുറച്ച് വോൾട്ടേജ് ഞാൻ കൊടുക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ മില്ലി വോൾട്ട് ഇവിടെ ഇൻപുട്ട് സൈഡിൽ കൊടുക്കും. നമുക്ക് മനസ്സിലാകും ഈ വോൾട്ടേജും കൂടെ ക്യാൻസൽ ആയി എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. സോ ഞാൻ ആ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇസ് ദ വോൾട്ടേജ് ദാറ്റ് ഈസ് ഗിവൺ അറ്റ് ദ ഇൻപുട്ട് സൈഡ് ഇൻ ഓർഡർ ടു മേക്ക് ദ ഓവറോൾ ഔട്ട്പുട്ട് ഈക്വൽ ടു 0. ആ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഞാൻ ഐ വിൽ ടെൽ വൺസ് മോർ. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കണം, അതാണ് ഐഡിയൽ കേസ്. ബട്ട് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടും. അതിനെ നമുക്ക് 0 ആക്കണം. ആ 0 ആക്കണമെങ്കിൽ ഐ വിൽ ഗീവ് സം വോൾട്ടേജ് അറ്റ് ദി ഇൻപുട്ട് സൈഡ്. So input voltage that is given at the input in order to make the overall output equal to 0. ആ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഐഡിയലി ഇവിടെ ഉണ്ട് ഐഡിയൽ കേസ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. Input offset voltage must be 0, but practically the input offset voltage must be 2 millivolt to 6 millivolt. 6 millivolt മുതൽ അല്ലെങ്കിൽ 2 millivolt മുതൽ 6 millivolt വരെ വേരി ചെയ്യാം. So this is that input offset. So ഞാൻ DC characteristicsൽ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. I will conclude. DC characteristics ആണ് ഞാൻ പറഞ്ഞത്. അതാണ് ആദ്യത്തെ പോയിന്റ്. അതിനകത്തെ 1.A എന്ന് പറഞ്ഞത് ഇൻപുട്ട് ബയസ് കറന്റ്, രണ്ടാമത്തെ 1A ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്, 1C ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇത്രയും കാര്യങ്ങളാണ് DC ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചത്. അത് അടുത്ത ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് AC ക്യാരക്ടറിസ്റ്റിക്സ്. AC ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഒരു 4-5 പോയിന്റുകൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. Any doubts?